Welcome back to Ingenious Accounts and Commerce. Double column cash book with cash and bank columns. Double column cash bookile രണ്ടാമത്തെ ടൈപ്പ് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ്. ഇവിടെ വരുന്ന രണ്ട് എമൗണ്ട് കോളത്തിൽ ഒന്ന് ക്യാഷ് കോളവും രണ്ടാമത്തേത് ബാങ്ക് കോളവുമാണ്. അതായത് ഈ ക്യാഷ് ബുക്കിൽ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്കിങ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാനായി സാധിക്കും. ഈ രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസും ഒരേ ക്യാഷ് ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ബാങ്ക് ബാലൻസ് ₹42,000, ക്യാഷ് ബാലൻസ് ₹15,000. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ₹12,000, സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹6,000, ചെക്ക് ഇഷ്യൂഡ് ടു രോഹിത് ₹2,500, സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്, ഡെപ്പോസിറ്റഡ് സെയിം ഡേ $4,500, rent paid by check $2,500, cash withdrawn from bank ₹10,000 and paid salary $3,500. ഇത്രയുമാണ് ട്രാൻസാക്ഷൻസ്. ഇനി ഇത് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യണം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ്. അപ്പോൾ നമുക്ക് ആദ്യം കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, റെസീപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ആൻഡ് ബാങ്ക്. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ആൻഡ് ബാങ്ക്. ഇനി ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. ആദ്യം തന്നിരിക്കുന്നത് ബാങ്ക് ബാലൻസ് ₹42,000, ക്യാഷ് ബാലൻസ് ₹15,000. ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസസ്, പ്രീവിയസ് പീരീഡിലെ ബാലൻസ്, അത് നമുക്കിവിടെ ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം. ഏത് സൈഡിലാണ് എഴുതേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം ക്യാഷിനും ബാങ്കിനും എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷ് അക്കൗണ്ടിനും ബാങ്ക് അക്കൗണ്ടിനും എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതേണ്ടത്. ദെൻ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാഷ് കോളത്തിൽ 15,000ഉം ബാങ്ക് കോളത്തിൽ 42,000ഉം. ക്യാഷ് ബാലൻസ് 15,000ഉം ബാങ്ക് ബാലൻസ് 42,000ഉമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് ഓരോന്നും അതാത് കോളത്തിൽ എഴുതി. ഇനി ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. ആദ്യത്തേത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ₹12,000. പർച്ചേസ്ഡ് ഗുഡ്സ്, പർച്ചേസസ് നടത്തി പേയ്മെൻറ്റ് നടത്തിയത് ബൈ ചെക്കാണ്. ചെക്ക് പേയ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത്. ക്യാഷ് പേയ്മെൻ്റ് അല്ല, ചെക്ക് പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇവിടെ ചെക്ക് പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസസ്, എമൗണ്ട് 12,000 ബാങ്ക് കോളത്തിൽ എഴുതണം. ചെക്ക് പേയ്മെൻ്റ് ആണ്, ബാങ്കിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 12,000 ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹6,000, സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ക്യാഷ്. ഇവിടെ ക്യാഷ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് സെയിൽ ചെയ്ത് ക്യാഷ് റിസീവ് ചെയ്തു. ക്യാഷ് റെസിപ്റ്റ് ആണ്. ദെൻ റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ റെസിപ്റ്റ് സൈഡിൽ സെയിലിൽ നിന്നുള്ള റെസിപ്റ്റ് ആണ്. ദെൻ സെയിൽസ്, എമൗണ്ട് 6,000 ക്യാഷ് കോളത്തിൽ എഴുതണം. ഇവിടെ ക്യാഷ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതണം. 6,000 ഇൻ ക്യാഷ് കോളം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ടു രോഹിത് ₹2,500. ചെക്ക് ഇഷ്യൂഡ് ഓർ ചെക്ക് പെയ്ഡ് ടു രോഹിത്, പേയ്മെൻ്റ് ആണ്. ഇവിടെ ചെക്ക് പേയ്മെൻ്റ് ആണ്. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. പേയ്മെൻറ്റ് സൈഡിൽ ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് രോഹിത്തിനാണ്. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ രോഹിത്, എമൗണ്ട് 2,500 ബാങ്ക് കോളത്തിൽ എഴുതണം. ഇവിടെ ചെക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ചെക്ക് പേയ്മെൻ്റ് ആണ്, ബാങ്കിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതണം. ₹2,500 ബാങ്ക് കോളം. ഓക്കെ, ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്, ഡെപ്പോസിറ്റഡ് സെയിം ഡേ $4,500. ഗുഡ്സ് സെയിൽ ചെയ്തു, ചെക്കാണ് റിസീവ് ചെയ്തത്. ആൻഡ് ആ ചെക്ക് അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുഡ്സ് സെയിൽ ചെയ്തു, എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് ചെക്കായിട്ടാണ്. അതായത് അന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് അത് എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് ബാങ്കിലായിട്ടാണെന്ന് കൺസിഡർ ചെയ്യണം. ദെൻ സോൾഡ് ഗുഡ്സ് ആൻഡ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യണം. ഗുഡ്സ് സെയിൽ ചെയ്തു, എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ റിസീവ് ചെയ്തു. എന്തായാലും റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. റെസിപ്റ്റ് സൈഡിൽ
ഇവിടെ സെയിൽസിൽ നിന്നുമുള്ള റെസിപ്റ്റാണ്. ദെൻ റെസിപ്റ്റ് സൈഡിൽ സെയിൽസ്. എമൗണ്ട് 4500 ബാങ്ക് കോളത്തിൽ എഴുതണം. ഇവിടെ ചെക്ക് റിസീവ് ചെയ്തു. ആ ചെക്ക് അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് ബാങ്കിലാണ്. ദെൻ 4500 ബാങ്ക് കോളത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. റെൻറ്റ് പെയ്ഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇവിടെ റെൻറ്റ് പെയ്ഡ് ബൈ ചെക്കാണ്. ചെക്ക് പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്, ക്യാഷ് പേയ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതണം. ദെൻ റെൻറ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ്. എമൗണ്ട് 2500 ഇൻ ബാങ്ക് കോളം. ഇവിടെ ചെക്ക് പേയ്മെൻ്റ് ആണ്, ബാങ്കിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതി. ഇനി അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹10,000. ക്യാഷ് വിഡ്രോൺ. ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും ക്യാഷ് ബിസിനസ് റിസീവ് ചെയ്തു. അപ്പോൾ ക്യാഷ് റെസിപ്റ്റാണ്. ആ ക്യാഷ് റെസിപ്റ്റ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇനി ഇവിടെ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നുള്ള വിഡ്രോവലാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ ആ വിഡ്രോവലും നമ്മൾ റെക്കോർഡ് ചെയ്യണം ഇതേ ക്യാഷ് ബുക്കിൽ തന്നെ. അതായത് ഈ ട്രാൻസാക്ഷനിൽ ക്യാഷ് റെസിപ്റ്റും റെക്കോർഡ് ചെയ്യണം, ബാങ്കിൽ നിന്നുള്ള പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡിലും റെക്കോർഡ് ചെയ്യണം. ഇത്തരത്തിൽ വരുന്ന എൻട്രീസിനെ, അതായത് ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡിലും, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒരേ ജേണൽ എൻട്രിയിൽ തന്നെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള എൻട്രികളെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ഇനി ഈ കോൺട്രാ എൻട്രി എഴുതുമ്പോൾ ക്യാഷ് ബുക്കിൽ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് മാർക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോൺ, ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും ക്യാഷ് റിസീവ് ചെയ്തു. ക്യാഷ് റെസിപ്റ്റ് ആണ്. ദെൻ അത് റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇവിടെ ബാങ്കിൽ നിന്നുമാണ് ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത്. ദെൻ റെസിപ്റ്റ് സൈഡിൽ ബാങ്ക്. എമൗണ്ട് 10,000 ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. അതായത് ഇവിടെ ക്യാഷ് ആണ് റിസീവ് ചെയ്തത്, അതുകൊണ്ട് തന്നെ എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതണം. ദെൻ എമൗണ്ട് 10,000 ഇൻ ക്യാഷ് കോളം. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് മാർക്ക് ചെയ്തു. ഇനി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, വിഡ്രോവൽ ഫ്രം ബാങ്ക് ഓർ പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യണം. ഇവിടെ വിഡ്രോവൽ ഫ്രം ബാങ്ക് ആണ്, ബാങ്കിൽ നിന്നുമാണ് ക്യാഷ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ ഇവിടെ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ്. ₹10,000 ഇൻ ബാങ്ക് കോളം. ബാങ്കിൽ നിന്നുള്ള വിഡ്രോവലാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 10,000 ഇൻ ബാങ്ക് കോളം. ഇവിടെയും ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് മാർക്ക് ചെയ്തു. ഇത്തരത്തിൽ ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡിലും എഴുതുന്ന എൻട്രികളെ കോൺട്രാ എൻട്രീസ് എന്ന് പറയും. അതായത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരുന്ന എൻട്രികളെ. ഇനി അടുത്തത് പെയ്ഡ് സാലറി ₹3,500. പെയ്ഡ് സാലറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മാത്രം പറഞ്ഞാൽ പെയ്ഡ് സാലറി ബൈ ക്യാഷ്. ചെക്ക് പേയ്മെൻ്റ് ആണെങ്കിൽ അത് ക്ലിയറായി മെൻഷൻ ചെയ്തിരിക്കും. മെൻഷൻ ചെയ്യാത്തിടത്തോളം അത് ക്യാഷ് പേയ്മെൻ്റായി തന്നെ കൺസിഡർ ചെയ്യണം. ദെൻ പെയ്ഡ് സാലറി മീൻസ് പെയ്ഡ് സാലറി ബൈ ക്യാഷ്. ക്യാഷ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ സാലറി ₹3,500 ഇൻ ക്യാഷ് കോളം. ക്യാഷ് പേയ്മെൻ്റ് ആയതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതി. ഓക്കെ, ഇപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യാം. അതിനായി ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കോളം ടോട്ടൽ 31,000 ആൻഡ് ബാങ്ക് കോളം ടോട്ടൽ 46,500. ആ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലും എഴുതാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളം ടോട്ടൽ 3,500. ദെൻ ഡിഫറൻസ് വരുന്നത് 31,000 മൈനസ് 3,500 ഈക്വൽ ടു 27,500. ബാങ്ക് കോളം ടോട്ടൽ 12,000 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു 27,000. ദെൻ ഡിഫറൻസ് വരുന്നത് 46,500 മൈനസ് 27,000 is equal to 19,500. Then balance carry down
Cash column 27,500 and bank column 19,500. ഇനി ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തെഴുതണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്യാഷ് കോളം 27,500 ആൻഡ് ബാങ്ക് കോളം 19,500. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.